ഇന്ത്യയിൽ നിന്ന് ഒരു ബുദ്ധ സന്യാസി ചൈനയിലേക്ക് പുറപ്പെടുന്നു. അവിടെ ഒരു സെൻ ബുദ്ധിസം രൂപീകരിക്കുന്നു. ആദ്യത്തെ ഷാവ്ലിൻ കുങ്ഫു മാസ്റ്ററായും മറ്റുള്ള രാജ്യക്കാർ ദൈവമായി വാഴ്ത്തപ്പെടുന്ന ഏഴാം അറിവിൽ സൂര്യ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച ബോധിധർമ്മൻ. അതെ, അദ്ദേഹത്തെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആരായിരുന്നു ബോധിധർമ്മൻ? അയാൾ ഇന്ത്യയിൽ നിന്ന് വന്നയാളാണോ? പിന്നീട് എങ്ങനെ ചൈനയിലെത്തി? ചൈനക്കാർ ദാമോ എന്ന് വിളിക്കുന്ന, ജപ്പാൻകാർ ധർമ്മോ എന്ന് വിളിക്കുന്ന, മറ്റുള്ള ആളുകൾ ബോധി മാസ്റ്റർ എന്ന് വിളിക്കുന്ന ബോധിധർമ്മൻ 5ാമത്തെ 6ാമത്തെ നൂറ്റാണ്ടിൽ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്നയാളാണ് ഇദ്ദേഹം എന്ന് പറയുന്നതിൽ കൂടുതൽ ആളുകൾ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു ചോദ്യം എന്തെന്നാൽ, തമിഴ്നാട്ടിൽ വന്നുള്ള ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ബോധിധർമ്മൻ എന്ന പേര് ലഭിക്കുക എന്നതാണ്. ന്യായമായ ഒരു ചോദ്യം തന്നെയാണ്. എന്നാൽ അതിനൊരു ഉത്തരവുമുണ്ട് കേട്ടോ. തമിഴ്നാട്ടിലെ പല്ലവ രാജവംശത്തിൽ സിംഹവർമ്മ രണ്ടാമനിലെ 3ാമത്തെ രാജകുമാരനാണ് ബോധിധർമ്മൻ. ബോധിധർമ്മൻ എന്ന് പേരിടാൻ കാരണം എന്തെന്നാൽ അദ്ദേഹം ബുദ്ധമത വിശ്വാസത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. ഇനി എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ബുദ്ധമത വിശ്വാസം ലഭിച്ചു എന്നതല്ലേ? ചൈനയിൽ മാത്രം കണ്ടുവരുന്നതല്ല ബുദ്ധമത വിശ്വാസം, നമ്മുടെ ഇന്ത്യയിലും ഉണ്ടായിരുന്നു. അക്കാലത്ത് പല്ലവന്മാർ തലസ്ഥാനമായി ഭരിച്ചിരുന്ന നഗരം കാഞ്ചീപുരമായിരുന്നു. ആ കാലഘട്ടത്തിലാകത്തെ കാഞ്ചീപുരത്തെ മഹായാന ബുദ്ധിസത്തിന് വളരെ പ്രശസ്തമായ ഒരു സ്ഥലവുമായിരുന്നു. ധാരാളം ബുദ്ധ മൊണാസ്ട്രികളും ബുദ്ധ പണ്ഡിതന്മാരും അതുകൊണ്ട് തന്നെ കാഞ്ചീപുരത്തുണ്ടായിരുന്നു. ബുദ്ധമത വിശ്വാസത്തിൽ നല്ലവണ്ണം വിശ്വസിച്ചിരുന്ന രാജാവ് തൻ്റെ 3 മക്കളെയും അവിടെ ചേർക്കാനായി ആഗ്രഹിച്ചു. ആഗ്രഹപ്രകാരം അവിടെ ചേർക്കുകയും ചെയ്തു. അങ്ങനെ ഈ 3 മക്കളെയും ഒരൊറ്റ ബുദ്ധ പണ്ഡിതന്റെ കയ്യിലാണ് ഏൽപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിന് മറ്റു ബുദ്ധ ശിഷ്യന്മാരുണ്ടായിരുന്നു. പ്രജ്ഞാധര എന്നായിരുന്നു ആ ബുദ്ധ പണ്ഡിതന്റെ പേര്. തൻ്റെ 3 മക്കളെയും പ്രജ്ഞാധര ബുദ്ധ മതത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു. അതുകൂടാതെ തന്നെ ധ്യാനമുറ, അതായത് നമ്മുടെ മെഡിറ്റേഷൻ എന്താണെന്ന് 3 മക്കളെയും പഠിപ്പിക്കുകയുണ്ടായി. അക്കൂട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും പഠിക്കുവാനായ അതിയായ ആഗ്രഹമുണ്ടായിരുന്നത് ബോധിധർമ്മനിലായിരുന്നു. ആയോധന കലകളിൽ മാത്രമല്ല, അധികം സമയം ധ്യാനിക്കുവാനും മറ്റുള്ള കുട്ടികളിൽ നിന്ന് ബോധിധർമ്മനെ വ്യത്യസ്തനാക്കി. ആയോധന കലകളിലൂടെ നല്ല മെയ്വഴക്കവും മറ്റും അദ്ദേഹത്തിന് ലഭിച്ചതിനാൽ എത്ര നേരം വേണമെങ്കിലും അദ്ദേഹത്തിന് ധ്യാനിക്കാമായിരുന്നു. മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് ഇത് അദ്ദേഹത്തിന് നല്ലൊരു നേട്ടം തന്നെയായിരുന്നു. അങ്ങനെ കാലങ്ങൾ പോകെ പോകെ ഒരു രാജകുമാരനായിരുന്ന ബോധിധർമ്മനെ ഒരിക്കലും പ്രജ്ഞാധരക്ക് നിർബന്ധിക്കാൻ കഴിയില്ലായിരുന്നു. തൻ്റെ ശിഷ്യന്മാരിൽ ഉത്തമനായത് ബോധിധർമ്മനാണെന്ന് അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ കൂടി ഒരുപക്ഷെ നാളത്തെ രാജാവാകാവുന്ന ബോധിധർമ്മനെ ഒരിക്കലും പ്രജ്ഞാധരൻ നിർബന്ധിക്കുകയുമില്ലായിരുന്നു. എന്നിരുന്നാലോ ബോധിധർമ്മന് നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച്. തൻ്റെ പാത ഇതാണെന്നും തൻ്റെ രാജകുടുംബത്തെയും രാജ്യത്തെയും അദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന കാര്യം അദ്ദേഹത്തിന് നല്ലതുപോലെ വശമുണ്ടായിരുന്നു. അക്കാലത്ത് അദ്ദേഹത്തിന് ഒരു വിഷമം പിന്തുടരുകയുണ്ടായി. എന്നാൽ ബോധിധർമ്മൻ അതിനെ നേരിട്ടിരുന്നത് ധ്യാനത്തിലൂടെയായിരുന്നു. ധ്യാനമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് പോലെ 10 മിനിറ്റോ 15 മിനിറ്റോ 20 മിനിറ്റോ ഒന്നുമല്ല. ചിലപ്പോൾ ദിവസങ്ങൾ തന്നെ അദ്ദേഹം ധ്യാനിക്കുമായിരുന്നു. നല്ലതുപോലെ ധ്യാനിച്ച് ശീലമുണ്ടായത് കൊണ്ട് തന്നെ ആയോധനകളിലും പ്രാവീണ്യം നേടിയ അദ്ദേഹത്തിന് രക്ത ഓട്ടം നല്ലതുപോലെ നടക്കുമായിരുന്നു. അതെങ്ങനെ ഇരുന്നാൽ കൂടി രക്തയോട്ടത്തിന് യാതൊരുവിധ തടസ്സവും സംഭവിക്കുകയില്ലായിരുന്നു. ഭക്ഷണകാര്യങ്ങളിൽ കൂടി അദ്ദേഹത്തിന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞു. ഭക്ഷണകാര്യങ്ങൾ മാത്രമല്ല, മറ്റു വികാര വിചാരങ്ങളെയും സ്വയം നിയന്ത്രിക്കാൻ പ്രാപ്തനായി മാറിയിരുന്നു അന്ന് ബോധിധർമ്മൻ. ഇതിനെപ്പറ്റി അന്നത്തെ ആളുകൾ പറയുന്നത് അദ്ദേഹത്തിന് ധ്യാനിച്ചിരുന്നപ്പോൾ തന്നെ ബോധോദയമുണ്ടായി എന്നും അതുകൊണ്ട് തന്നെയാണ് ഇപ്രകാരം രാജ്യവും രാജ്യ കുടുംബത്തെയും വിട്ട് ഇങ്ങനെ ബുദ്ധമാർഗം സ്വീകരിക്കുവാനെന്നുമാണ്. എന്നിരുന്നാലും ബോധിധർമ്മൻ ബുദ്ധമതത്തിലേക്ക് പൂർണ്ണമായി മാറുകയായിരുന്നു. അതിന് അദ്ദേഹത്തിന് അതിയായ സന്തോഷവും ഉണ്ടായിരുന്നു. കളരിപ്പയറ്റ്, സിലമ്പാട്ടം, മറ്റ് ആയോധനകളിലും പ്രാവീണ്യം നേടിയിരുന്ന അദ്ദേഹം അങ്ങനെ ചൈനയിലേക്ക് പുറപ്പെടുവാനായി തൻ്റെ ഗുരു ബോധിധർമ്മനോട് ആവശ്യപ്പെടുകയാണ്. ഇവിടെയാണ് ഏഴാം അറിവ് സിനിമയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. സിനിമയിൽ അദ്ദേഹം പോകുന്നത് ഒരു കുതിരപ്പുറത്താണുവെങ്കിൽ
അന്ന് ബോധിധർമ്മൻ പുറപ്പെട്ടിരുന്നത് ഒരു കുതിരപ്പുറത്തല്ല, കപ്പൽ മാർഗത്തിലൂടെയായിരുന്നു. സിനിമയിൽ മറ്റൊരു കാര്യം എന്താണ് വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ചാൽ അതിൽ പോകുന്ന വഴിയാണ് ബുദ്ധമതത്തിലേക്ക് ബോധിധർമ്മൻ മാറുന്നത്. എന്നാൽ ഇവിടെ വെച്ച് പൂർണ്ണമായും ബുദ്ധമത വിശ്വാസിയായി മാറിയതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് പോകാനാവും തൻ്റെ ഉദ്ദേശം എന്താണെന്നും അത് നിർവഹിക്കാനുള്ള കരുതലോടുകൂടിയുമാണ് ബോധിധർമ്മൻ അങ്ങോട്ടേക്ക് പോകുന്നത്. തൻ്റെ ഗുരു നിർദ്ദേശിച്ച പ്രകാരം ബുദ്ധമാർഗം എന്താണെന്നും അവിടെ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും ആഗ്രഹമുള്ളവരെ പഠിപ്പിച്ച് ധ്യാന മാർഗം സ്വീകരിപ്പിക്കുവാനും അദ്ദേഹം നിർദ്ദേശിച്ചു. തൻ്റെ ഗുരുവിൻ്റെ വാക്കുകൾ പൂർണ്ണമായും അംഗീകരിച്ച് ഇന്ത്യയിൽ നിന്ന് ആദ്യം തായ്ലാൻഡിൽ എത്തിയ ശേഷം അവിടെ താമസിച്ച് ചൈന ഭാഷ കുറച്ച് പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം ചൈനയിലേക്ക് പുറപ്പെട്ടത്. നന്നായി ധ്യാനിക്കുന്നത് കൊണ്ട് നല്ല തെളിഞ്ഞ മനസ്സോടുകൂടി ഇരിക്കുന്ന ഒരാൾക്ക് ഏതൊരു കാര്യവും പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും. അപ്രകാരം തന്നെയാണ് ബോധിധർമ്മൻ ചൈന ഭാഷയെ എളുപ്പത്തിൽ പഠിച്ചെടുത്തു. ഇതിനുശേഷം ചൈനയിലെത്തിയ ബോധിധർമ്മൻ തൻ്റെ നാട്ടിലുള്ള ആളുകളെ കണ്ടെത്താൻ നോക്കി. മറ്റൊന്നും കൊണ്ട് തന്നെയല്ല, നമ്മളെവിടെ ചെന്നാലും നമ്മുടെ അടുത്തുള്ള നാട്ടുകാരെയാണല്ലോ നമ്മൾ ആദ്യം ഉണ്ടോ എന്ന് നോക്കുന്നത്. അതുപോലെ തന്നെ നോക്കി. അങ്ങനെ അത്തരത്തിൽ കുറച്ച് ഇന്ത്യയിൽ നിന്ന് വന്ന കച്ചവടക്കാരെ അദ്ദേഹം പരിചയപ്പെട്ടു. അവരുടെ കൂടെ കുറച്ച് നാൾ തങ്ങി അവിടുത്തെ ജോലി ചെയ്ത് കുറച്ച് നാൾ അവിടെ എത്തി താമസിച്ചു. അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ഇദ്ദേഹം കുറച്ച് കാര്യങ്ങൾ അവിടെയുള്ള ആളുകളെ പഠിപ്പിച്ചു. ചൈനയിലെ ഗ്വാങ്സു എന്ന സ്ഥലത്താണ് ബോധിധർമ്മൻ എത്തിയിരുന്നത്. കച്ചവടക്കാരുമായി താമസിച്ചിരുന്ന സ്ഥലത്തിന് ക്വാങ്ഷു ടെമ്പിൾ എന്നാണ് പറഞ്ഞിരുന്നത്. ചൈനയിൽ ധ്യാനത്തിനെ പറയുന്നത് ചാൻ എന്നാണ്. നീലക്കണ്ണുള്ള താടിയും മുടിയും നീട്ടി വളർത്തിയിരുന്ന അദ്ദേഹത്തെ അക്കാലത്ത് പല സ്ഥലങ്ങളിലും ദ ബ്ലൂ ഐഡ് ബാർബേറിയൻ എന്നും വിളിച്ചിരുന്നു. അതായത് അപ്പിയറൻസിൽ അദ്ദേഹം ഒരു ബാർബേറിയൻ ആയിരുന്നുവെങ്കിലും അദ്ദേഹം ഒരു ബുദ്ധമത വിശ്വാസിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് വെച്ച് ധാരാളം ആളുകൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഇദ്ദേഹം ആരാണ് എന്നുള്ളത്. അപ്പം അങ്ങനെ ഇരിക്കെ അവിടുത്തെ ഒരു രാജാവ് ഇദ്ദേഹത്തെ കണ്ട് മനസ്സിലാക്കി. ഇദ്ദേഹത്തിനെ പറ്റി എന്താണ് എന്ന് ബോധിധർമ്മനിൽ നിന്ന് കേൾക്കാനായി ഒരാഗ്രഹം ഇദ്ദേഹത്തിന് ഉദിച്ചു. അപ്പോൾ രാജാവ് ബോധിധർമ്മൻ്റെ അടുത്തെത്തി. അപ്പോൾ രാജാവ് ചോദിച്ചു, ഞാൻ ബുദ്ധമതത്തിന് വേണ്ടി ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, അത് നല്ല കാര്യമാണ്, ഒരു സൽക്കർമ്മമാണ്, അല്ല ഇതിനെപ്പറ്റി കൂടുതലായി പൊക്കിപ്പറയുവാനായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. രാജാവിന് അത് ഇഷ്ടപ്പെട്ടില്ല. രാജാവ് ഇദ്ദേഹം പ്രശംസിക്കുമെന്ന് വിചാരിച്ചാണ് ബോധിധർമ്മൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ രാജാവ് ഇത്രയൊക്കെ പറയുവാനായി നീ ആരാണ് എന്ന് ബോധിധർമ്മനോട് തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് ഉന്നയിച്ചു. ഇത് കേട്ട ബോധിധർമ്മൻ പറഞ്ഞു, എനിക്കറിയില്ല ഞാൻ ആരാണെന്ന്. ഐ ഡോണ്ട് നോ ഹു ഐ ആം. അതായത് തികച്ചും ശൂന്യമാണ്, അതായത് ശൂന്യതയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ് താനെന്ന് ഒരു അടയാളമാണ് അവിടെ രാജാവ് നൽകിയത്. നമ്മൾ ആരുമല്ല, നമ്മൾ ശൂന്യരാണ്. നമ്മൾ ആരുമല്ല എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ കാര്യങ്ങൾ എവിടെ തുടക്കം കുറിക്കണമെന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആരുമല്ല, അക്കാര്യമാണ് അവിടെ ബോധിധർമ്മൻ രാജാവിന് നൽകിയ മറുപടി. ഈ കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കുന്ന ശൈലി തികച്ചും വ്യത്യസ്തമായിരുന്നു. ബുക്കുകൾ കൊണ്ടല്ല അദ്ദേഹം പഠിപ്പിച്ചിരുന്നത്, ധ്യാനമുറകൾ കൊണ്ടാണ് അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥികളോട് വേദം അഭ്യസിപ്പിച്ചിരുന്നത്. വേദം എന്ന് വെച്ചാൽ ബുദ്ധമത വേദം, അല്ലെങ്കിൽ എങ്ങനെ നന്നായി ജീവിക്കണമെന്ന് ശാശ്വതമായ ഒരു മനുഷ്യന് അറിയാവുന്ന ഒരു ജീവിത ശൈലി, അതാണ് അദ്ദേഹത്തിൻ്റെ വേദോപദേശം. അക്കാലത്ത് ഇദ്ദേഹത്തിൻ്റെ മഹത്വം അറിഞ്ഞ് ഒരു കൂട്ടം ജനങ്ങൾ ഇദ്ദേഹത്തെ വിളിക്കുകയാണ്. അവിടുത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് പഠിപ്പിക്കുവാനായിട്ട് ഇദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അവിടെ എത്തിയ ബോധിധർമ്മൻ അവിടെയുള്ള ആളുകളെ കുറച്ചു നേരം ഒന്ന് കണ്ണു ചിമ്മി നോക്കി. പിന്നെ അദ്ദേഹം സ്വയം ധ്യാനത്തിലേക്ക് മുഴുകുകയാണ്. ധ്യാനമെന്ന് വെച്ചാൽ ചെറിയ ധ്യാനമൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇദ്ദേഹം ഒരു 8 മണിക്കൂറോളം അങ്ങോട്ട് നിന്ന് ധ്യാനിച്ചു. അപ്പോഴാളുകൾ ഇദ്ദേഹത്തെ നോക്കി വായും പൊളിച്ചിരിക്കുകയാണ്. 8 മണിക്കൂർ ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാതെ വെറുതെ ധ്യാനിച്ചിരിക്കുകയാണ്. പഠിപ്പിക്കാനായിട്ട് പറഞ്ഞിട്ട് വെറുതെ ധ്യാനിച്ചിരിക്കുന്നു. ചിലർക്ക് ദേഷ്യം തോന്നി, മറ്റു ചിലർ എഴുന്നേറ്റ് പോയി. എന്നാൽ ബോധിധർമ്മൻ ആരായിരുന്നെന്ന് വ്യക്തമായി മനസ്സിലായിരുന്ന ചിലർ അക്കൂട്ടത്തിലുണ്ടായിരുന്നു.
അവർക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നതൊന്നുമല്ല. മറ്റുള്ളവരെ പോലെ പാഠപുസ്തകങ്ങൾ നോക്കി അറിവ് വിവരിച്ചു കൊടുക്കാതെ താനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണോ, അതായത് ബോധിധർമ്മൻ നിൽക്കുന്ന അതേ സ്ഥലത്ത് മറ്റുള്ളവരെ എത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത്. ധ്യാനത്തിലൂടെ, സംസാരമില്ലാതെ ധ്യാനിച്ചുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിൽക്കുന്ന ആളുകൾക്ക് അതേ പാത പിന്തുടരാനായി ഒരു വഴിയൊരുക്കുകയാണ് ആ 8 മണിക്കൂർ ധ്യാനത്തിലൂടെ ബോധിധർമ്മൻ ചെയ്തത്. സ്വയം ധ്യാനിക്കുന്നതിലൂടെ സ്വയം തന്നെത്താനെ മനസ്സിലാക്കുകയാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. നമ്മൾ ധ്യാനിക്കുമ്പോൾ മറ്റ് ചിന്തകളൊന്നും നമ്മളുടെ മനസ്സിലുണ്ടാവരുത്. നമ്മുടെ ശ്വാസത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളുടെ മനസ്സറിയാം, നമ്മളുടെ ചിന്തകൾ ഓരോ സെക്കൻഡിലും മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ആളുകൾക്കും പല പല ചിന്തകളാണ് ഓരോ സെക്കൻഡിൽ അല്ലെങ്കിൽ ഓരോ മിനിറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ ചിന്തകൾ തന്നെയാണ് ഒരു മനുഷ്യന്റെ മനസമാധാനവും ഇല്ലാതാക്കുന്നതെന്നുള്ള സത്യം പലർക്കും അറിയില്ല. നിങ്ങളൊരു ഉദാഹരണത്തിന് എടുത്ത് നോക്കൂ. നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ബന്ധമുള്ള ഒരാൾ നിങ്ങളോട് മിണ്ടാതിരിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ 3 കാര്യങ്ങൾ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അയാളോട് മിണ്ടാതെ ഇരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അയാളുടെ പുറകെ നടന്ന് എന്നോടെന്താ മിണ്ടാത്തത് എന്ന് കാരണം തിരക്കി പുറകെ നടന്നുകൊണ്ടേയിരിക്കാം. അല്ലാന്നാണെങ്കിൽ ദേഷ്യമോ സങ്കടമോ ഒന്നുമില്ലാതെ വിവേക ചിന്തയോടുകൂടി എന്താണ് ഇതിൻ്റെ കാരണമെന്ന് സ്വയം മനസ്സിലാക്കി വിലയിരുത്തി നമുക്ക് വേണ്ടതാണ് എങ്കിൽ അതവിടെ വിട്ടുകളയണം. അതായത് നമുക്ക് ആരെയും നിർബന്ധിച്ച് നമ്മുടെ കൂടെ നിർത്താൻ കഴിയുകയില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വികാരങ്ങളെയാണ് നമ്മൾ കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലരുടെയും ഡിപ്രഷനും അങ്ങനെയുള്ള പല പല മാനസിക ചിന്തകൾ മാറുവാനുള്ള കാരണവും ഇത് തന്നെയാണ്. നമ്മുടെ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാൾക്ക് വിജയത്തിലേക്ക് നയിക്കാൻ സാധിക്കും. സ്വന്തം ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരാൾ എങ്ങനെയാണ് സ്വന്തം ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുക? ഒരു വ്യക്തി ചിന്തിക്കുന്നതാണ് ചിന്തകൾ. നമ്മൾ തന്നെ ചിന്തിക്കുന്ന, നമ്മളിൽ ഉടലെടുക്കുന്ന ചിന്തകൾ നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ അവസ്ഥ എന്താവും നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഇത് തന്നെയാണ് ബോധിധർമ്മൻ അവിടെ ഉന്നയിച്ച ഘടകവും. ഇത് മനസ്സിലാക്കിയ കുറച്ച് ആളുകൾ അദ്ദേഹത്തിന്റെ പാത പിന്നെയും പിന്തുടർന്നു. ഇത് മനസ്സിലാക്കാതെ കോപപ്പെട്ടു പോയവരാവട്ടെ അതിനെപ്പറ്റി കൂടുതൽ ഗ്രഹിക്കാതെ തൻ്റെ കോപത്തിൽ നിന്ന് അതല്ലെങ്കിൽ തൻ്റെ ദേഷ്യത്തിനാണ് അവിടെ അവർ മുൻഗണന കൊടുക്കുന്നത്. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ചിന്താശക്തിയുണ്ട്. നമ്മളുടെ ചിന്തകളെ നിയന്ത്രിക്കാനുള്ള ശക്തി നമുക്കുണ്ടാവണം. ഇല്ലാന്നാണെങ്കിൽ നമുക്ക് ഒരിക്കലും സന്തോഷമോ സമാധാനമോ കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി ഇതിലൂടെ അദ്ദേഹം കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ബോധിധർമ്മന്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. അത് ഇവിടെ വെച്ച് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ടപ്പോഴേ ഉണ്ടായിരുന്നതാണ് ആ വടി. ചിലമ്പാട്ടത്തിൽ പ്രാവീണ്യം നേടിയിരുന്ന ഒരാളായിരുന്നു എന്ന് പറഞ്ഞിരുന്നില്ല ഞാൻ നേരത്തെ? ധാരാളം ആയോധന കലകളിൽ ഇദ്ദേഹം പ്രാവീണ്യം നേടിയിരുന്നു. ചിലമ്പാട്ടത്തിൽ നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൽ അത് കെങ്കേമൻ എന്ന് തന്നെ പറയാം. അപ്രകാരം വിശേഷിപ്പിക്കാവുന്ന അത്രയും പ്രാവീണ്യം ഉണ്ടായിരുന്നു ചിലമ്പാട്ടത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിനോട് അതിനോടുള്ള ഒരു ഇഷ്ടം, ഒരു കമ്പം ഉണ്ടായിരുന്നു. കയ്യിൽ എപ്പോഴും ഒരു വടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ. ഒരു ദിവസം ഇദ്ദേഹം ഒരു ഗുഹയിൽ കയറിയിരുന്ന് ധ്യാനം തുടങ്ങി. വർഷങ്ങളെടുത്തു, 5-6-7 വർഷങ്ങളോളം ധ്യാനിച്ചു. അങ്ങനെ അവിടെ എത്തി കുറച്ച് ബുദ്ധ സന്യാസിമാർ കാണുവാൻ ഇവിടെ എത്തുകയും അവിടെ എത്തിയപ്പോൾ സന്യാസിമാർ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഇങ്ങനെ വർഷങ്ങളോളം ഇരുന്നിരുന്ന് രൂപം ആ ഗുഹയിലുള്ള പാറക്കെട്ടുകളിൽ ഇദ്ദേഹത്തിന്റെ ഒരു ഷാഡോ അവിടെ ക്രിയേറ്റ് ആയി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സന്യാസിമാർ അങ്ങോട്ടേക്ക് ഇദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അവിടെ വന്ന് ഇങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ഷണിക്കുകയാണ് സന്യാസിമാർ. വളരെ ബഹുമാനത്തോടുകൂടി ക്ഷണിച്ചത് കൊണ്ട് തന്നെ ഇത് നിരസിക്കുവാനായിട്ട് ബോധിധർമ്മനായില്ല. അദ്ദേഹം സന്തോഷപൂർവ്വം അവരുടെ കൂടെ ഒന്നും മിണ്ടാതെ പോവുകയായിരുന്നു. അങ്ങനെ അവിടെ എത്തി അവിടെയും ഇതുപോലെ അദ്ദേഹത്തിന്റെ ധ്യാനമുറകൾ അഭ്യസിപ്പിച്ചു. അതിലൂടെ അവർ സന്തോഷവാന്മാരെ, ഉന്മാദനന്മാരെ, അതായത് എന്താ പറയാ, ഇപ്പോൾ മെന്റലി സ്ട്രെസ്സൊക്കെ റിലീഫായി അവിടെയുള്ള ആളുകൾക്ക്. അങ്ങനെ കൂടുതൽ സ്റ്റുഡൻസ്, അതായത് കൂടുതൽ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് വന്നുകൊണ്ടേയിരുന്നു. ഇത് കണ്ടും അവിടെ ഉണ്ടായിരുന്ന, അതായത് ഇദ്ദേഹം പുറത്തുനിന്ന് വന്ന ഒരു വരുത്തനാണ്, എല്ലാവർക്കും ഉള്ളവർ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, മറ്റുള്ളവർക്കാർ നല്ലത് താനാണ്, അങ്ങനെ ഒരു സംഭാവം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ട് ഇവരിൽ നേരത്തെ ഉണ്ടായിരുന്ന ദേഷ്യം വർദ്ധിച്ച്
ഇദ്ദേഹത്തിനുള്ള ഒരു പകയായി, ഒരു വിരോധമായി മാറി. ബോധിധർമ്മൻ അറിയാമായിരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കുന്ന രീതികൾ വ്യത്യസ്തമായിരുന്നു. അത് വളരെ എഫക്റ്റീവ് കൂടിയായിരുന്നു. വ്യത്യസ്തം മാത്രമായിരുന്നില്ല, പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് അഭ്യസിക്കുന്ന വിദ്യാർത്ഥികളിൽ നല്ല മാറ്റങ്ങൾ വരുത്തിയിരുന്നു എന്നുള്ളതാണ് കാര്യം. ഒരാൾ പുസ്തകത്തിലൂടെ പറയുന്നതും പ്രാക്ടിക്കലി കാണിച്ചു കൊടുക്കുന്നത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇത് തന്നെയാണ് ബോധിധർമ്മൻ കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെയുള്ള പ്രാചീനമായ ബുദ്ധമതവിശ്വാസികളുടെ പണ്ഡിതന്മാർ പ്രാചീനമായ കാര്യങ്ങളിലൂടെയാണ് അറിവ് പകർന്നിരുന്നത്. ഇപ്പോൾ ഗ്രന്ഥങ്ങളിലൂടെയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സ്ക്രിപ്ച്വലി വല്ല പാറക്കഷ്ണങ്ങളിൽ എന്തെങ്കിലും എഴുതിയിരുന്ന ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനിലൂടെയോ എന്തെങ്കിലും ആയിരിക്കാം അവർ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ബോധിധർമ്മൻ ഇത് അഭ്യസിച്ചു കൊണ്ടിരുന്നത് അങ്ങനെയല്ല. ഇപ്പോൾ ധ്യാനമുറകളിലൂടെയും അല്ലെങ്കിൽ പല പല എക്സസൈസിലൂടെയും സ്വയം മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതായത് സ്വയം അനുഭവസ്ഥരാക്കിക്കൊണ്ടാണ് തൻ്റെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാരെ അദ്ദേഹം മുതൽക്കൂട്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടുള്ള ശത്രുത അവിടെയുള്ള ആളുകൾക്ക് ഏറി വരികയും പല സമയങ്ങളിലായി വിഷം കലർത്തി ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ആ സിനിമയിൽ കാണുന്ന പോലെ തന്നെയാണ്. വിഷം കലർത്തി ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുകയുണ്ടായി. ഇത് ആദ്യത്തെ തവണയും രണ്ടാമത്തെ തവണയും അദ്ദേഹം മനസ്സിലാക്കി സ്വയം ഒഴിഞ്ഞു മാറി. കാരണം നേരിട്ട് വന്ന് ആക്രമിക്കാൻ ഒരിക്കലും പറ്റില്ല. കാരണം അദ്ദേഹം അടിച്ചൊതുക്കി കളയുമെന്നറിയാം. ബോധിധർമ്മൻ ഇത്രയും ആയോധന കലകളിൽ പ്രാവീണ്യമുള്ള ഒരാൾക്കെതിരെ ഒരുത്തനും അവിടെ തിരിയാൻ കഴിയില്ല. അതുമാത്രമല്ല, ഇദ്ദേഹത്തിനോടുള്ള ആരാധകർ അവിടെ ഏറിയിരുന്നു. സ്വന്തം വിദ്യാർത്ഥികൾ കൂടി ഇദ്ദേഹത്തെ തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ ആശാന്റെ നെഞ്ചത്ത് തൊടുന്നോടാന്ന് ചോദിച്ച് അവരെ തിരിച്ചടിക്കാൻ മുതിരുമെന്നുള്ള കാര്യവും ഇവർക്ക് നന്നായി മനസ്സിലാക്കിയിരുന്നു. എന്നിരുന്നാലും മൂന്നാമത്തെ പ്രാവശ്യം ഇതുപോലെ വിഷം കലർത്തിയ ആഹാരമായി വന്നപ്പോൾ അദ്ദേഹം സ്വയം അറിഞ്ഞുകൊണ്ട് ഭക്ഷിക്കുകയായിരുന്നു. എൻ്റെ സമയം അടുത്തു എന്ന് മനസ്സിലാക്കി. 150 വയസ്സിനടുത്തുണ്ട് അദ്ദേഹത്തിന് മരിക്കുമ്പോൾ. അത്രയും ഹെൽത്തി ആയിരുന്നു. 150 വർഷമായിരുന്നപ്പോൾ കൂടി അദ്ദേഹം ശിഷ്യന്മാർക്ക് ഇദ്ദേഹം ഇത് അഭ്യസിപ്പിച്ചുകൊണ്ടേയിരുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ട അറിവുകൾ പകർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇതിനിടെ വേറൊരു കാര്യം കൂടി പറയുവാനുണ്ട്. ഒരു ദിവസം ഒരു ആളിങ്ങനെ നടന്നു പോവുകയായിരുന്നു. അപ്പം നടന്നു പോകുന്നതിനിടക്ക് ബോധിധർമ്മനെ പോകുന്നിടക്ക് പുള്ളിയെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, താടിയും മുടിയും നീട്ടി വളർത്തിയ ആൾ. അങ്ങനെ ആ പരിസരത്ത് അങ്ങനെ ഇങ്ങനത്തെ ഒരു രൂപമുള്ള മറ്റൊരാളില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സിമ്പിളായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ ബോധിധർമ്മനാണെന്ന് മനസ്സിലാക്കി അയാളുടെ അടുത്തെത്തി. എന്നിട്ട് എവിടെ പോകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ വേറൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബോധിധർമ്മന്റെ കയ്യിൽ വടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ വടിയുടെ പൊക്കത്ത് ഒരു ചെരുപ്പ് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചെരുപ്പ് കോർത്തിരുന്നു. അപ്പോൾ ഇത് കണ്ട് വന്ന ആള് അദ്ദേഹത്തോട് ചോദിച്ചു, ഇതെന്താണ് ചെരുപ്പ് ഇങ്ങനെ വടിയിൽ വെച്ചിരിക്കുന്നത്, എങ്ങോട്ടാ പോകുന്നതില്ലെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയാണ്, അതായത് ഇന്ത്യയിലേക്ക് തിരിച്ചു പോവുകയാണ്. എനിക്ക് അവിടെയുള്ള ആളുകളെ കാണണം. കുറേ നാളായി അവിടെ കണ്ടിട്ട്, അവരെ പോയൊക്കെ കണ്ട് അവരുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്, ഇവിടെ നിന്ന് മടങ്ങുകയാണ് എന്ന് പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ചെരുപ്പിൻ്റെ കാര്യം വീണ്ടും ആവർത്തിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ താമസിച്ചിരുന്ന ഷാവ്ലിൻ ടെമ്പിളിൽ പോയാൽ നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം കിട്ടും എന്ന് പറഞ്ഞു. എന്തെങ്കിലും അത്ഭുതകരമായ കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ആ വഴിയാത്രക്കാരൻ ഷാവ്ലിൻ ടെമ്പിളിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞ് അവരോട് അന്വേഷിക്കുകയാണ്. ബോധിധർമ്മൻ കണ്ടിരുന്നു. അപ്പോൾ ചെരുപ്പിങ്ങനെ വടിയിൽ കുത്തി നിർത്തിയിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഇതിനുത്തരം ഷാവ്ലിൻ ടെമ്പിളിൽ ചെല്ലുമ്പോൾ കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് എന്താണെന്ന് അറിയാനായിട്ടാണ് ഞാനിവിടെ എത്തിയതെന്ന് പറഞ്ഞു. ഇത് ഈ വാക്കുകൾ കേട്ട് അവിടെയുള്ള ആളുകളെല്ലാം ഞെട്ടുകയാണ്. കാരണം ബോധിധർമ്മൻ മരിച്ചിട്ട് 3 വർഷമായി. പിന്നെ എങ്ങനെയാണ് ബോധിധർമ്മനെ കണ്ടുവെന്ന് ഇയാൾ പറയുന്നത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഴിമാടം, അതായത് അദ്ദേഹത്തെ അടക്കിയിരുന്ന സ്ഥലം ഒന്ന് നോക്കാം എന്ന് പറഞ്ഞ് ആളുകൾ അവിടെ ചെന്ന് അത് കുഴിച്ച് നോക്കിയപ്പോൾ അവിടെ ബോഡി ഇല്ല. അതായത് 3 വർഷം കഴിഞ്ഞു, എല്ലും കഷ്ണമോ അങ്ങനെ അസ്ഥികളിലെ ഒന്നും അവിടെ കാണുന്നില്ല. പകരം ഒരൊറ്റ ചെരുപ്പ് മാത്രമേ ഉള്ളൂ. കാരണം മറ്റേ ചെരുപ്പുമായി അദ്ദേഹം അവിടെ നിന്ന് പോയി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയും ഒരു വിശ്വാസം അവിടെ നിലനിൽക്കുന്നുണ്ട്.
അങ്ങനെ ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട ബോധിധർമ്മൻ ചൈനയിൽ ചാൻ പഠിപ്പിക്കുകയും അവിടെ നിന്ന് ഇന്തോനേഷ്യ, ജപ്പാൻ പോലുള്ള സ്ഥലങ്ങളിലെത്തി അവിടെ സെൻ എന്നറിയപ്പെടുകയും ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ ഷാവലിൻ മാസ്റ്റർ ആവുകയും ധ്യാൻ, അതായത് മെഡിറ്റേഷൻ എന്താണ് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു അത്ഭുത പിറവി തന്നെയാണ് ബോധിധർമ്മൻ. മറ്റു കഥകളും ഇതുപോലെ ഉണ്ട്. വിശ്വസിക്കാൻ കഴിയാത്ത അത്രയും കഥകളാണ് ഇദ്ദേഹത്തെ പറ്റി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ബോധിധർമ്മൻ തികച്ചും ഒരു അവതാരം തന്നെയാണ്.